ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മളിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഉറക്കമാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ ഡേ എങ്ങനെ പോകുന്നുള്ളത് നോക്കാം. ടൈം വന്നിട്ട് 6:46 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രാവിലെ ആയി. നമുക്ക് എല്ലാവരെയും വിളിച്ചുണർത്താം ഗൈസ്. ഇവിടെ എല്ലാവരും ഉറക്കമാണ്. നോക്കാം. ഇവിടെ നമ്മുടെ ഇന്നലത്തെ സെലിബ്രേഷൻ്റെ എല്ലാം അതേപോലെ ഇരിക്കുക. എല്ലാവരും ഉറക്കുക. ഇത് സുമയ ഉറങ്ങുക. എല്ലാവരും ഉറങ്ങുക ഗൈസ്. ഫോൺ ചാർജ് ചെയ്തിട്ട് ഗൈസ്. സുമയ എണീറ്റു ഗൈസ്. ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ളവരെല്ലാം കിടക്കുക ഗൈസ്. ഗോഡ്സ് എണീറ്റ് ഗൈസ്. സുമയ എണീറ്റ് ഗൈസ്. നമുക്ക് ഗോഡ്സിക്ക് ഒരു ഹായ് പറഞ്ഞിട്ട് വരാം ഗൈസ്. നമുക്ക് ഗോഡ്സിയെ വിളിച്ചുണർത്താം ഗൈസ്. ഓടോ എണീക്കൂ 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 എണീച്ചു വരൂ. രണ്ടുപേരും ഉറക്കമാണ് ഗൈസ്. പോത്ത് പോലെ ഉറങ്ങുകയാണ് ഗൈസ്. നേരം പരപരാവെടുത്തു ഗൈസ്. ഇവിടെ ഒരാൾ ഉണർന്നിട്ട് തലവഴി ഷീറ്റ് പൊതിച്ച് കിടക്കുകയാണ് ഗൈസ്. ടാറ്റാ. കണ്ട് ഞാൻ എണീറ്റിട്ടുണ്ട്. ഇനി ബ്രഷൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാനും ബ്രഷിക്കാൻ പോകും. അവരിതുവരെ എണീറ്റിട്ടില്ല ഗൈസ്. എല്ലാവരും പകുതി ഉണർന്ന് കിടക്കുക. നമുക്ക് എണീറ്റിട്ട് എല്ലാവരും ഗൈസ് ഇവരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട മേക്കപ്പ് പുട്ടിങ് മൂഡിലാണ്. ഓഫ് അടുത്ത് നോക്കൂ ഗൈസ്. അടുത്ത ആളും മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ട രാവിലെ കോഡ് മേക്കപ്പ് ഇടുന്നത് നോക്കൂ ഗൈസ്. മേക്കപ്പ് ഒന്നും ഇല്ല ഗൈസ്, മൂടി മാത്രം. ഞാൻ പിന്നെ നാച്ചുറൽ ആയതുകൊണ്ട് രണ്ടുപേരും നാച്ചുറൽ ബ്യൂട്ടിയാ ഗൈസ്. അവിടെ ഞങ്ങൾക്ക് മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഗൈസ്. ടൈമായി ഗൈസ്, അപ്പം പോവാറായി. ഞാൻ പോയിക്കോട്ടെ. ഇവരൊരുങ്ങിട്ട് ഞങ്ങൾ പിന്നെ ഗൈസ് വരുന്നത് സുമു കണ്ടിരിക്കുന്നൊക്കെ. എനിക്ക് സോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്, അതുകൊണ്ട് ഞാനിപ്പോൾ പോവാണ് ഗൈസ്. എല്ലാവരും എന്നെ മിസ് ചെയ്യുന്നു തോന്നുന്നു. ഇനി അവിടെ പോയിട്ട് കാണാം. ഫുഡ് കഴിക്കുന്ന വ്ളോഗ് കിട്ടുമോന്ന് അറിയത്തില്ല. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. ഫുഡ് എന്താന്ന് കാണിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ടാറ്റാ ബൈ ബൈ. അപ്പൊ നമ്മൾ ഇറങ്ങി ടൈം പോയോണ്ടെങ്കിൽ എല്ലാവരും ഓടുവാണ്. കഴിച്ചിട്ട് ഇപ്പോൾ OG ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. എൻ്റെ കൂടെ ഞങ്ങൾ 3 പേരാണ് OG ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാണ് ഗൈസ്. ഞാൻ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ OG ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ ഒപ്പിയൊക്കെ കഴിഞ്ഞു. 12 മണിയായി. നിങ്ങളെവിടെയായിരുന്നു? ഞാൻ സർജറിയിലായിരുന്നു. ഞാൻ OGയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. സർജറിയിൽ എല്ലാ സ്റ്റുഡൻസും വരും. സാറ് ചില്ലാണ്. അതെ ഞാനും ബ്രേക്ക് കിട്ടിയപ്പോൾ ഓടി സർജറിയിൽ പോയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ലാസ്റ്റ് OP ആയിരുന്നു. അതുമല്ല ലാസ്റ്റ് ക്ലാസ്സുമാണ്. നാളെ രാവിലെ ഞാൻ പോകും വീട്ടിലേക്ക്, സ്റ്റഡി ലീവിന് പോകും. അപ്പം ഇനിയിപ്പോൾ 12 മണിയായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമാണ്. ഫുഡ് കഴിച്ചിട്ട് 12 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുക്കും. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ടും ചുമ്മാ ഇരിക്കാനായിട്ട് വേണ്ട. നമുക്ക് ഉറങ്ങിയിട്ടൊക്കെ 1 മണിക്ക് പോകുന്നൊരു ഫീലാണ്. അവസാനത്തെ ഓട്ടം, ക്ലാസ്സിലേക്കുള്ള ഓട്ടം. 1 മണിക്ക് ഞങ്ങൾ എണീറ്റിട്ട് 1:05 മുന്നേ ക്ലാസ്സിലെത്തണം. അതൊക്കെ രസമല്ലേ. ഇന്നാ ലാസ്റ്റ് ഡേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓടുന്നൊക്കെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം. ഇന്നെങ്ങനെയാണ് ഫുഡ് എന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ.
ഞങ്ങളിവിടെ ബാഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്യാൻറ്റീനിലേക്ക് പോകും. അങ്ങനെ ഇതാ ഇവർ ക്യാൻറ്റീനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാൻറ്റീൻ കഴിക്കാനിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പാത്രമൊക്കെ എടുക്കും, പ്ലേറ്റൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് എടുക്കട്ടെ. എന്നിട്ടതാ എല്ലാവരും വന്നിവിടെ വാഷ് ചെയ്യും. നമ്മൾ ക്ലീൻ ബുക്കാണല്ലോ. ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ശങ്കർ ഇന്ന് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കും. സോ സാഡ്. ലൈനിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ സെർവ് ചെയ്ത് തരും. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ചേട്ടന്മാർ. ഇതാണ് എല്ലാതും ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അവരുടെ അപ്പുറത്തിരിക്കുന്നു. ഓക്കെ, അവരിവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ. ഞങ്ങൾ ഫുള്ള് കഴിച്ചു. ഗുഡ് ഗേൾസാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് സഹോ? ജന്മിയുള്ളത്. എന്തുള്ളതുകൊണ്ട്? അതെ, ജനനി ഇവിടെ ഉണ്ട്. അപ്പം നമ്മളെല്ലാം എപ്പോഴും ഫുഡ് ഒക്കെ വന്നിട്ട് പ്ലേറ്റ് ക്ലീൻ ആക്കി വരെ കഴിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ ഹോസ്റ്റലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഫുഡ് കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ? നമ്മുടെ ഫിൽറ്റർ അളിയന് വയറുവേദനയാണ്. പിന്നെ ഹോട്ട് ബാഗ് ഹോസ്റ്റലിൽ ആൻറ്റി ഹോട്ട് വാട്ടർ കൊണ്ടു കൊടുക്കാൻ നമ്മളിങ്ങനെ വയറച്ചിട്ട് കിടന്നുറങ്ങും. ഒരു സന്തോഷം. നടന്ന് വരാന്തയിലെത്തി. നമ്മുടെ ലോങ് വ്യൂ. നമ്മുടെ റൂം വന്നിട്ട് അങ്ങേ അറ്റാണ് ഗൈസ്. നടന്ന് അവിടം വരെ ചെല്ലണം. അപ്പം നമ്മൾ കഴിച്ച ഫുഡ് തീരും. ബാക്കിൽ അഭിരാമി ഉണ്ട് ഗൈസ്. അവിടെ ഒരാൾ ഓടി. ഒരാൾ എന്തോ അത്യാവശ്യത്തിന് ഓടുന്നുണ്ട് ഗൈസ്. അത് സുമയായിരുന്നു. വ്യൂ നമ്മുടെ ഹോസ്റ്റലിൽ നിന്നുള്ള വ്യൂ. ഇത് ഹോസ്പിറ്റലിൻ്റെ ബാക്കി ഭാഗം. നമ്മുടെ റോഡ്, നമ്മുടെ മാങ്ങ പറിക്കാറുള്ള മാവ് വണ്ടിയിൽ കിടക്കുന്നു. നമുക്ക് അനാമികയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. ഫുഡ് എടുക്ക്. എല്ലാം കഴിഞ്ഞപ്പോൾ ഇല്ലേ, ദേ വരും. എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് പ്ലഗ് ഒക്കെ വന്നു നോക്കി. നമ്മുടെ എല്ലാതും മുറിഞ്ച് പോയപ്പോഴാണ്. ഗൈസ് നമുക്ക് പുതിയ പ്ലഗ് വന്നു ഗൈസ്. അതാ നമ്മൾ നാളെ വീട്ടിൽ പോകുന്നവരൊക്കെ അവരെല്ലാം പ്ലഗും ഗൈസ്. അങ്ങനെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും എണീറ്റ് വരികയാണ്. ഇനി ക്ലാസ്സിലേക്ക് പോകാൻ സമയമായി. സമയം എത്രയായി? 12:50 കഴിഞ്ഞു. ഇന്നും കൂടെയാ ഗൈസ് ലാസ്റ്റ് ഡേ. അയ്യോ, ഇനി പോടാനൊന്നും വേറെ ദിവസങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ റെഡി ആയിട്ട് ഇനിയിപ്പോൾ കോളേജിലേക്ക് പോട്ടെ അല്ലേ? അങ്ങനെ സമയം 1 മണിയായി. ഞങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അതാ ഞാൻ സ്ലിപ്പ് വാങ്ങി. ലാസ്റ്റ് ഡേ ആണ് ഇപ്പോൾ കോളേജിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നതൊക്കെ. ഇനി ആ മെമ്മറീസ് ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. അല്ല, നമ്മുടെ ഇനി ലൈഫിലേ അങ്ങനെ കിട്ടാൻ പോകുന്നില്ല അല്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് ആണ്. അതൊന്നും പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് അവൾക്ക് വയ്യാണ്ട് കിടക്കുക. പിന്നെ അർച്ചന വീട്ടിൽ പോയി. അവള് പോയി, ഉച്ചയ്ക്ക് പോയോ? നമ്മുടെ ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് പോയി. അങ്ങനെ ഇപ്പതാ പോട്ടെ, മാം ഓടുന്നുണ്ട്. ലാസ്റ്റ് സ്ലിപ്പാണ്. അപ്പം ക്ലാസ്സിലേക്ക് പോവട്ടെ. കയറി ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. അവരൊക്കെ അതാ സൈൻ വാങ്ങിക്കാനൊക്കെ ആയിട്ട് നിൽക്കുക. ലൈബ്രറി ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നല്ലേ? സമയമായിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂമിലേക്കുള്ള വരാന്ത. പോയിക്കൊണ്ടിരിക്കുകയാണ്.
പണ്ടത്തെ ഞങ്ങളുടെ തേർഡ് ഇയർ ആയിരുന്നു ഇത്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഇയർ ക്ലാസ്. ആരുമില്ല ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഇയർ ക്ലാസ് റൂം. ഇനി എന്നേക്കുമായി മിസ് ചെയ്യാൻ പോകുന്ന പ്ലേസാണിത്. ഇതാണ് ഞാനിരിക്കുന്ന സ്ഥലം. ഇത് എന്നേക്കും മിസ് ചെയ്യും. എന്താ ഗൗരിയമ്മ അവിടെ ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാവരും ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ സമയം നോക്കും, 1:05. ഇനി എൻ്റെ ഡ്യൂട്ടീസ് ആണ്. ബോർഡൊക്കെ ഡേറ്റൊക്കെ മാറ്റണം. ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരട്ടെ. അവർ ലാസ്റ്റ് ക്ലാസ്. സോ അത് എല്ലാവരും ഇല്ല കാര്യം, കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിൽ പോകാനായിട്ട് സ്ലിപ്പൊക്കെ സൈൻ ചെയ്ത് തിരക്കിലാണ്. മാമും വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ 1:10 അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയാലും എന്തായിരിക്കും അവസ്ഥ? അടുത്ത പോർഷൻസിലെ കുറേ സോങ്സൊക്കെ നമുക്ക് പഠിക്കാണ്ട്, അതൊക്കെ മാം ചോദിക്കും. അതൊക്കെ പണിഷ്മെൻ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് മാമും എത്തിയിട്ടില്ല, കുട്ടികളും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് പറ്റും, എപ്പോൾ ഇരിക്കാൻ പറ്റും. മേലെ ഓഡിറ്റോറിയത്തിൽ ഡ്രഗിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇവൻ്റ് നടക്കാൻ പോവുക. ഓഫ് ടേക്കിംഗ് സെറിമണി ഉണ്ട്, അതപ്പം മേലെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ പോവാണ്. ഗൈസ് എല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട്. ലാസ്റ്റ് പ്രോഗ്രാമാണ് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ള. ഓർത്തെടുക്കാനായിട്ട് വണ്ണാപ്പ് സ്റ്റേജിൽ നിൽക്കുകയാണ്. എല്ലാവരും നിൽക്കുകയാണ്. സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ട്. ഗൈസ് നമ്മുടെ സ്റ്റുഡൻറ്റ് ലൈഫിലെ അവസാനത്തെ ലീവ് ലെറ്റർ, പെർമിഷൻ ലീവ് ലെറ്റർ ആൻഡ് സ്ലിപ്പാണിത്. തെങ്ങും നെഞ്ചെടുത്ത് നമുക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ പോവാണ് ഹോസ്റ്റലിലേക്ക്. ഇറങ്ങിക്കൊണ്ടിരിക്കുക. നല്ല മഴയ്ക്ക് മൂടുന്നുണ്ട്, നല്ല മഴ വരുമ്പോൾ അല്ലേ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. കരഞ്ഞിട്ടൊന്നുമില്ല. എക്സാമിന് ഇമോഷണൽ ചെറിയൊരു സങ്കടം മാത്രം, അല്ലാണ്ട് കരയാൻ തോന്നിയിട്ടില്ല. കരയോ നമ്മളങ്ങനെയൊക്കെ? അതെ, സ്ട്രോങ് ലേഡീസാണ്. കരയുണ്ടല്ലോ, നമ്മളെന്നും കാണുന്നവരല്ലേ. ഇനി കാണത്തില്ലേ? ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട്. നമുക്ക് നേരെ ഹോസ്റ്റൽസ് വിട്ടാൽ ചായ കുടിക്കാൻ പോവാണ്. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, നമ്മൾ ചായയൊക്കെ കുടിച്ചു. ചായ പഴംപൊരി ആയിരുന്നു. അപ്പം നമ്മളത് കഴിച്ചു. പിന്നെ എന്നിട്ട് മഴയാണ്. ഇപ്പം നമ്മൾ ശാന്തിരി ആശ്രമത്തിൻ്റെ അവിടെ നമ്മൾ പിന്നെ കുമാരി പോവാണ്. കുമാറിൽ വന്നിട്ട് നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ നാളെ വീട്ടിൽ പോകും. അപ്പം കുറച്ച് മെഡിസിൻസ് അങ്ങനെയൊക്കെ വാങ്ങിക്കണം. നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്തിട്ടിരിക്കുക. അത് അവരൊക്കെ പോകുന്ന നോക്ക്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്, മഴയുണ്ടെങ്കിലും 4 പേർക്കും കുട ഉണ്ടെങ്കിലും ഞങ്ങൾ 2 കുടയെ കൊണ്ടുപോകും. അതാ, വേറെ 2 കുട വന്നിട്ട് നനഞ്ഞാലോ, അതുകൊണ്ട് ഞങ്ങൾ 2 കുടയിലേ പോകുള്ളൂ. നല്ല മഴ പെയ്യുക. ഇന്ന് രാത്രി നല്ല ചില്ലും ഇരിക്കും, സുഖമായിട്ട് കിടന്നുറങ്ങാം. നാളെ രാവിലെ ഞാനും സുമോയും പോകും, വീട്ടിലേക്ക് പോകും. അപ്പോൾ അതാ നമ്മളിപ്പോൾ കുമാറിലേക്ക് പോവുകയാണ്, കുമാർ ബേക്കറിയിലേക്ക്. കുമാർക്ക് പോകുമെന്ന് പറയുമ്പോൾ ഇവരൊക്കെ വിചാരിക്കും എന്താ കുമാറെന്ന്.
കുമാർ ബേക്കറിയാണ് പറഞ്ഞാൽ നല്ല ഇമോഷണൽ സങ്കടം വരുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് സങ്കടപ്പെടുത്താതെ. അപ്പോൾ പോവട്ടെ ഗൈസ്. നമ്മൾ ഫുഡ് മോളിൽ പോവാണ്. ഇവിടെ നല്ല മഴയുണ്ട് ഗൈസ്. ഭയങ്കര കാറ്റും മഴയാണ്. ഭയങ്കര കാറ്റും മഴയാണ്. ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഫുഡ് മോളിൻ്റെ അകത്ത് കയറാം ഗൈസ്. വേഗം മാറി. നല്ല കുമാറിൻ്റെ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വാർഡിൻ്റെ റൂമും വരട്ട് കഴിച്ചേ പറ്റുള്ളൂ. ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി കഴിക്കും. അപ്പം എനിക്ക് കഴിച്ചിട്ട് വേണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. രാവിലെ ഊട്ടി പോയി, നമ്മൾ തിരിച്ചു വന്നു. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് മഴയായിരുന്നു, ഫുള്ള് നനഞ്ഞു. നല്ല മഴയായിരുന്നു. അതാണ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റാതെ ആയത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ കുമാരി പോയി മാഗി വാങ്ങി. ഇനി അത് രാത്രി ഇനി അത് കുക്ക് ചെയ്യണം, കഴിക്കണം. അതൊക്കെയാണ് ഇനി പരിപാടി ഉള്ളത്. പിന്നെ ഞങ്ങൾ രാവിലെ പോവാണ്. ഞാനും സുമോയും കൂടെ പോയി. ഇവര് നമ്മളെ കൊണ്ടാക്കാൻ വരും. വീട് വെച്ചപ്പോൾ അവർക്ക് കരച്ചിലൊക്കെ വരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി തരുമോ എന്ന് ചോദിക്കുന്നു. ഇവര് രാവിലെ വരും ഞങ്ങളെ കൊണ്ടാക്കാൻ. അതാ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം പാക്ക് ചെയ്യണം. പിന്നെ ഡ്രൈവറൊക്കെ എനിക്ക് അതൊക്കെ ഇടാനുണ്ട്. എനിക്കതൊന്നുമില്ല, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, കിടക്കുന്നു. രാവിലെ നേരത്തെ എണീക്കണം, അതുകൊണ്ട് നേരത്തെ കിടക്കണം. അതാ, ഞങ്ങൾക്ക് 6:30 ബസ്സിന് പോകണം ഡയറക്റ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും പിന്നെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഇന്ന് അധികം മണ്ടത്തരങ്ങളൊന്നും ഇല്ല. അതെ, ബിസിയായിരുന്നു, കുറച്ച് ബിസിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ പകുതി പേര് പോയതിൻ്റെ ആ ഒരു ഇത്, പിന്നെ ലാസ്റ്റ് ഡേയുടെ സങ്കടം, ചെറിയൊരു വിഷമം, അതൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇത് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു കരച്ചിലുണ്ട്, കെട്ടിപ്പിടിച്ചൊരു കരച്ചിൽ കാണാൻ. അത് നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പ്രൈവസിയിൽ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറച്ചിലേ ഉള്ളൂ, വീഡിയോ ഓഫ് ആക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാ, അതിന് എല്ലാവരും എക്സ്ക്യൂസ് തരണം. അതിനുശേഷം ഞങ്ങൾ ഒരു വിത്തിൻ 3 months ഞങ്ങൾ വളരെ ഇതിനേക്കാൾ നല്ല കണ്ടന്റ് അപ്ഡേറ്റഡ് ആയിട്ട് വരും. തീർച്ചയായിട്ടും നമ്മൾ വന്നിരിക്കും. ഇവിടെ തന്നെ താഴത്തെ ഫ്ലോറിൽ. അപ്പം അതുവരെ നിങ്ങൾ മിസ് ചെയ്യുന്നൊക്കെ തോന്നുന്നു. പഴയ വീഡിയോ ഒക്കെ എടുത്തവരെ നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ മിസ് ചെയ്യുന്നതൊക്കെ കമന്റ് ചെയ്യണേ. അതാ, നിങ്ങൾക്ക് ഞങ്ങളുടെ അപ്ഡേഷനൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ലോങ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ ഗൈസ്, വി വിൽ മിസ് യു ഓൾ. ഞങ്ങളുടെ മനസ്സൊക്കെ വിങ്ങുവാണ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ വാച്ചിങ് സപ്പോർട്ട്. താങ്ക് യു.